ഇന്ന് നടന്ന 10th ലെവൽ പ്രിലിമിനറിയുടെ 4th സ്റ്റേജ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. മാത്സ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. 81 തൊട്ട് 100 വരെ. ഓക്കെ, 81ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൂട്ട് 841. അപ്പോൾ നമുക്കറിയാം 841ൻ്റെ റൂട്ട് 30 വരെയുള്ള സ്ക്വയേഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ 841ൻ്റെ റൂട്ട് എത്ര വരും? 841ൻ്റെ റൂട്ട് 29 ഓപ്ഷൻ എ. 81 ഓപ്ഷൻ എ 29. 82 ആദ്യ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, സമ്മ കണ്ടുപിടിക്കാനുള്ള, തുക കണ്ടുപിടിക്കാനുള്ളത് n × n+1/2 ആണ് എണ്ണൽ സംഖ്യകളുടെ. അപ്പോൾ അതിൻ്റെ ശരാശരി എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ n കൊണ്ട് ഭാഗിക്കും. അപ്പോൾ ഈ n-ഉം ഈ n-ഉം ക്യാൻസലായി പോയിട്ട് ബാക്കി എന്ത് വരും? n+1/2 ആണ് ശരാശരിക്കുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ്. 10 + 1 11, 11/2 എന്ന് കിട്ടും. 11/2 5.5. ഓപ്ഷൻ ഡി 82 ഓപ്ഷൻ ഡി. 83 നോക്കാം. ഒരു ലോറിയുടെ ശരാശരി വേഗത 56 km/h ആണെങ്കിൽ ആ ലോറി 3 മണിക്കൂർ കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഒരു ലോറിയുടെ ശരാശരി വേഗത തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് അറിയാം. 3 മണിക്കൂർ 15 മിനിറ്റ് ആണ് സമയമൊന്നും അറിയാം. 3 മണിക്കൂർ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മിനിറ്റിനെയും കൂടെ നമ്മൾ എന്താക്കണം? മിനിറ്റിനെയും കൂടെ മണിക്കൂറിലോട്ടാക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൂരമാണ് കണ്ടുപിടിക്കാനുള്ളത്. സ്പീഡ് അറിയാം, ടൈം ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ടൈമിനെ കൂടെ നമ്മൾ എന്തിലോട്ട ടൈമിൽ 3 മണിക്കൂർ 15 മിനിറ്റാണ്. 15 മിനിറ്റ് 15/60 എന്ന് വരും. അപ്പോൾ എത്ര വരും? 3/4 3/4 മണിക്കൂറാണ് എടുത്തിരിക്കുന്നത്. സമയം 3/4 മണിക്കൂർ. അപ്പോൾ ഈ മിക്സഡ് ഫ്രാക്ഷനെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമുക്ക് പരിചയമുള്ള ഫോമിലോട്ടാക്കാം. 3 12 1 13 13/4 എന്ന് കിട്ടി ഇല്ലേ? ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എത്രയാ സ്പീഡ്? എത്രയാണ് തന്നിരിക്കുന്നത്? 56 km/h. 56 × 13/4 അല്ലേ? 56 × 13/4 എന്ന് കിട്ടും. എത്ര കിട്ടും? വെട്ടുമ്പോൾ 4ഉം 56ഉം കൂടെ വെട്ടാം. എത്രയെന്ന് കിട്ടും? 4 56 വെട്ടുമ്പോൾ 14 കിട്ടും. 14 × 13 14 × 13 എത്രയാണ്? 182 ആണ്. 182. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടി 182. ഓപ്ഷൻ ബി 83 ഓപ്ഷൻ ബി. 84 ഇതാണ്. രണ്ട് സംഖ്യകളുടെ ഉസാഗ 25ഉം ലസാഗു 1500ഉമാണ്. ഒരു സംഖ്യ 50 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇക്വേഷൻ എന്താണ്? LCM × HCF = നമ്പേഴ്സ് എയും ബിയും ആണെങ്കിൽ A × B എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? ഇതിൽ നമ്മൾ LCM തന്നിട്ടുണ്ട് 1500, HCF 25 എന്ന് പറയാം. അപ്പോൾ 1500 × 25. ഒരു സംഖ്യ തന്നിട്ടുണ്ട്, എത്ര? 50 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി ആ തന്നിരിക്കുന്ന സംഖ്യ കൊണ്ട് ഭാഗിക്കണം. 50 എന്ന് ഭാഗിക്കണം. അപ്പോൾ 5 ക്യാൻസൽ ചെയ്തു. 5ഉം 25ഉം ക്യാൻസൽ ചെയ്യാം. 5 എന്ന് കിട്ടി. 150 × 5 എത്ര കിട്ടും? 15 × 5 75 ആണ്. പിന്നെ ഒരു 0 750 എന്ന് കിട്ടും. 750. ഓക്കെ, ഓപ്ഷൻ ഡി 84 ഓപ്ഷൻ ഡി 750. അടുത്ത 85 ഇതാണ്. 6.5 × 0.28 × 0.5 ഡിവൈഡഡ് ബൈ 0.07 × 0.13 × 2.5 അല്ലേ? അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യും? ആദ്യം നമ്മളിതിലുള്ള പോയിന്റ് മാറ്റിയിട്ട് നമ്പേഴ്സ് എല്ലാം എടുത്തിടാം. എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 65 × 28 × 5 അല്ലേ? ഭാഗം 7 × 13 × 25. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റുകൾ മാറ്റി നമ്മൾ എങ്ങനെയാണ് പോയിന്റ് വരുന്നതെന്നൊക്കെ നോക്കാം. മുകളിൽ പോയിന്റ് ചെയ്യേണ്ട എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4. മുകളിൽ 4 നമ്പരും താഴെ 1 2 3 4 5 5 നമ്പരും ഉണ്ട്. താഴെ 5 നമ്പരും മുകളിൽ 4 നമ്പരുമാണുള്ളത്. പോയിന്റ് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുകളിൽ ഒരു 0യും കൂടെ എക്സ്ട്രാ വരും. എവിടെയാണോ കുറവുള്ളത് അത്രയും 0 എക്സ്ട്രാ വരും. അല്ലാന്നുണ്ടെങ്കിൽ 10 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 0 കൊടുക്കാം ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇനി വെട്ടി നോക്കാം. 13ഉം 7ഉം 28ഉം വെട്ടാം. ഇവിടെ 4 വരും. 7 28 വെട്ടിയാൽ ഇവിടെ 4 വരും ആണല്ലോ. 25ഉം 50ഉം വെട്ടാം. എത്ര വരും? 2 വരും. ഇനി 13 ഉണ്ട്. 13ഉം
65 വെട്ടാം. എത്ര കിട്ടും? 13 65 വെട്ടിയാൽ ഇവിടെ 5 വരും അല്ലേ? ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം കൂടി എന്ത് ചെയ്യാം? 5 4 20, 20 × 2 എത്ര കിട്ടും? 20 × 2 40 എന്ന് കിട്ടും. ഓക്കെ, വെട്ടി ചെയ്യാവുന്നതേ ഉള്ളൂ. 40 ഓപ്ഷൻ ബി. 85 ഓപ്ഷൻ ബി 40. അടുത്തത് 86. 35ൻ്റെ സ്ക്വയർ ആണ്. 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? 35നെ നമ്മൾ എഴുതി ഒന്നുകിൽ ഇൻറ്റു ചെയ്ത് നോക്കാം. ഇന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. 3ഉം 5ഉമാണ് നമ്പേഴ്സ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 3 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാണെന്ന് നോക്കണം. 3 കഴിഞ്ഞിട്ടുള്ള നമ്പർ 4ആണ്. അപ്പോൾ ഈ 3ഉം 4ഉം കൂടെ ഇൻറ്റു ചെയ്യണം. എത്രയാണത്? 12 ആണ് അല്ലേ? ഇനി 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. അപ്പോൾ ആ 12ൻ്റെ കൂടെ ആരും കൂടെ എഴുതണം? 25 കൂടെ എഴുതണം. 1225 എന്ന് കിട്ടും. 86 ഓപ്ഷൻ സി 1225. അടുത്ത 87 ബോട്ട് മാസ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 87 നോക്കാം. 87 27/9 + 6 × 4 - 6. 27/9 ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എത്ര കിട്ടും? 3 എന്ന് കിട്ടും. 27/9 3ആണ്. 3 എഴുതി. 6 × 4 6 × 4 എത്രയാണ്? 24 ആണ്. -6 അല്ലേ? 24ഉം 3ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 27. 27 - 6 എത്രയാണ്? 21. ഓപ്ഷൻ സി 87 ഓപ്ഷൻ സി 21. 88 നോക്കാം. 88 നോക്കാം. 88 3/4 + 1/6 ആണ് 88ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. ആദ്യം ഇങ്ങനെ ക്രോസ് ചെയ്യും അല്ലേ? ഇങ്ങനെ ക്രോസ് ചെയ്യും. 6 3 18 പ്ലസ് അടുത്ത് ഇങ്ങനെ ക്രോസ് ചെയ്യും. 4 4 × 1 4 ഭാഗം 6 × 4 24 അല്ലേ? 18 4 എത്രയാണ്? 18 4 22. 22 ഭാഗം 24 എന്ന് വരും ആണല്ലോ. വെട്ടുമ്പോൾ എന്ത് വരും? വെട്ടി ചെറുതാക്കാം. 2 കൊണ്ട് വെട്ടാം. മുകളിൽ 11 വരും, താഴെ 12 വരും. 11 ഭാഗം 12 എന്ന് കിട്ടും. ഓപ്ഷൻ എ 88 ഓപ്ഷൻ എ എന്ന് കിട്ടി. 89 1500 രൂപ വിലയുള്ള കസേര 15% ലാഭം കിട്ടുവാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പോൾ നമ്മുടെ കസേരയുടെ വില തന്നിട്ടുണ്ട്. എന്താണ്? 1500. 1500 രൂപ വിലയുള്ള സാധനം എത്ര ശതമാനം ലാഭത്തിൽ കിട്ടണം? 15% ലാഭം. 15% എന്ന് പറഞ്ഞാൽ 115 അല്ലേ? അപ്പോൾ 1500ൻ്റെ 115% കണ്ടുപിടിക്കണം. 0 ക്യാൻസൽ ചെയ്തു. 0യും 0യും ക്യാൻസൽ ചെയ്തു. ഓക്കെ, എന്ത് കിട്ടും? ബാക്കി 115 × 15 വന്നിരിക്കുന്നത്. 115 × 15 ഇൻറ്റു ചെയ്ത് നോക്കാം. 115 അല്ലെങ്കിൽ 15 കൊണ്ട് ഇൻറ്റു ചെയ്താലും മതി. 15% എടുത്ത് കൂട്ടിയാലും മതി. ഇവിടെ നമുക്ക് ഡയറക്റ്റ് അങ്ങ് ഇൻറ്റു ചെയ്ത് നോക്കാം. 25 2 7 5 പിന്നെ 115 5 12 1 7 1725 എന്ന് കിട്ടും. 1725 ഓപ്ഷൻ ബി. 89 ഓപ്ഷൻ ബി 1725. ഓക്കെ, അടുത്ത 90ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 18 90 108 എന്നീ സംഖ്യകളുടെ ഉസാഗ. 18 90 108 18 90 108 അല്ലേ? സംഖ്യകളുടെ ഉസാഗ കണ്ടുപിടിക്കണം. 3 കൊണ്ട് ചെയ്യാം. 3ൽ എത്ര വരും? 3ൽ 6 30. 108ൽ എത്ര വരും? 3 കൊണ്ട് ചെയ്യുമ്പോൾ 108ൽ 3 വരും. പിന്നെ വരുന്നത് 6 36 എന്ന് കിട്ടും. വീണ്ടും എന്ത് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ 6 കൊണ്ട് ചെയ്യാം. 6 കൊണ്ട് ചെയ്യാം. 1 ഇവിടെ എത്ര വരും? 5 ഇവിടെ 6 വരും. ഇനി ഉസാഗ ആയതുകൊണ്ട് നമ്മൾ ആരെയൊക്കെ ഇൻറ്റു ചെയ്യുള്ളൂ? ഇവിടെ ഉള്ള ഈ നമ്പേഴ്സേ ഇൻറ്റു ചെയ്യുള്ളൂ. ഇനി 1 5 6 ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ 3 6 കൂടെ ഇൻറ്റു ചെയ്തപ്പോൾ എത്ര കിട്ടും? 3 × 6 18. അപ്പോൾ HCF കിട്ടി 18. LCM ആയിരുന്നെങ്കിൽ ഇത് ഫുൾ ഇൻറ്റു ചെയ്യുമായിരുന്നു. ഇവിടെ HCF ആയതുകൊണ്ട് 3 × 6 18. 90 ഓപ്ഷൻ സി 18. 91 ഇതാണ്. 91 ഒറ്റയാനെ കണ്ടെത്തുക. 91 ഒറ്റയാനെ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. നോക്ക്, 343 433 പിന്നെ 341 431 അല്ലേ? ഇതിൻ്റെ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റയാൻ എന്ത് വരും? 343. 343 എന്ന് പറയുന്ന പ്രത്യേകത, ഇതൊരു പെർഫെക്റ്റ് ക്യൂബാണ്. കറക്റ്റ് ഒരു ക്യൂബ് നമ്പറാണ്. 7ൻ്റെ ക്യൂബാണ് 343. വേറൊരു നമ്പരും എന്തല്ല? ക്യൂബല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 92ാമത്തെ ക്വസ്റ്റ്യൻ.
2x+1 = 1024 ആയാൽ എക്സിൻ്റെ വില. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1024നെ 2 എത്ര വരും അങ്ങനെ എഴുതണം. 1024നെ നമുക്ക് 2ൻ്റെ പവറാക്കി എഴുതാൻ നോക്കാം. 2 എത്ര വരും? 512. വീണ്ടും 2 ഫാക്ടറൈസ് ചെയ്യുന്നതാണ്. 500 256. 2 എത്ര വരും? 256ൻ്റെ പകുതി 128. വീണ്ടും 2 64. വീണ്ടും 2 എത്ര വരും? അങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. എത്ര വരും? 32. ഈ 32 എന്ന് പറയുന്നത് ചെറുതൊക്കെ എത്തുമ്പോഴത്തേനും വീണ്ടും അങ്ങോട്ട് ചെയ്തു പോവാം. എവിടെ വെച്ച് നിർത്തുന്നു? 32 എന്ന് പറയുന്നത് 2/5 ആണ് ഇല്ലേ? ഇനി ബാക്കി എത്ര ഉണ്ട്? 6 7 8 9 10. 2/10 വരും. 2/10 ആണ് 1024. 1024 എന്നുള്ളത് 2/10 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതി നോക്കാം? 2x+1 പകരം x+1 പകരം 10 എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് എന്ന് പറയുന്നത് 10 - 1 ആയിരിക്കും 9. 10 - 1 9 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 92. ഓപ്ഷൻ ഡി. അടുത്തത് 93 ആണ്. 93 നോക്കാം. BEGJMORUW അടുത്തത് കണ്ടുപിടിക്കണം. അപ്പോൾ ബിയും ജെയും ആറും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കാം. ബി കഴിഞ്ഞിട്ട് എത്ര? ജെ എന്ന് പറയുന്നത് എത്രാമതാണ്? ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ. 8ാമതാണ് ആരിയ്ക്കുന്നത്? ജെ ഇരിക്കുന്നത്. +8 ആണ് അല്ലേ? +8 ചെയ്തു. അടുത്തത് ജെ കഴിഞ്ഞിട്ട് ആർ എങ്ങനെയാണ് നോക്കാം. ജെ KLMNOPQR. അപ്പോൾ അതെന്ത് ചെയ്തു? +8 ചെയ്തു അല്ലേ? അടുത്ത ലെറ്റർ കിട്ടണമെങ്കിൽ അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? +8 ചെയ്യണം അടുത്ത ലെറ്റർ കിട്ടാൻ. 6 കഴിഞ്ഞു. STUVWXYZ. അപ്പോൾ അടുത്ത ലെറ്റർ ഏതാണ്? ഇസഡ് വരണ ഓപ്ഷൻ 2 ഉണ്ട്. എയും ഉണ്ട് സിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലെറ്റർ കിട്ടി. ഇനി രണ്ടാമത്തെ ലെറ്റർ ഓപ്ഷനിൽ EMU ആണ് അല്ലേ? അപ്പോൾ ഓരോന്നും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്ന് നോക്കാം. ബി കഴിഞ്ഞിട്ട് CDE, ജെ കഴിഞ്ഞിട്ട് JKLM, ആറ് കഴിഞ്ഞിട്ട് STU. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? ഇവിടെ ആദ്യത്തെ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കണ്ടുപിടിച്ചൂടെ? ZABC. ZC എന്ന് വരും. ZC വരണ ഓപ്ഷൻ 93C ആണ്. ഓക്കെ. 94ാമത്തെ ക്വസ്റ്റ്യൻ. 1നും 50നും ഇടയ്ക്ക് വരുന്ന സംഖ്യകളുടെ തുക എത്ര? 1നും 50നും ഇടയ്ക്ക് വരുന്ന സംഖ്യകളുടെ തുക. ഇടയ്ക്ക് വരുന്ന സംഖ്യകൾ എന്ന് പറയുമ്പോൾ എവിടെ സ്റ്റാർട്ട് ചെയ്യും? ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളാണ്. 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക ഏതൊക്കെയാണ്? 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകൾ 2 4 6 എക്സെട്ര. ഏത് വരെ പോവും? 50 വരുമോ? 50 വരില്ല. കാര്യം ഇടയ്ക്ക് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 50 വരില്ല. 48 വരെ. അപ്പോൾ 2 തൊട്ട് 48 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? n അറിയണം. 2 തൊട്ട് 48 വരെ എത്ര നമ്പേഴ്സ് എന്ന് അറിയണം. അപ്പോൾ നമ്മൾ n കണ്ടുപിടിക്കാൻ വേണ്ടി ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ലാസ്റ്റ് ടേം 48 ആണ്. അവസാന പദം ഫസ്റ്റ് ടേം ആദ്യ പദം എന്ന് പറയുന്നത് 2 ആണ്. ഭാഗം അവിടെ എത്ര വെച്ചാൽ കൂടി പോകുന്നത്? 2 വെച്ച്. 2 + 1 ചെയ്യും. 48ന് 2 പോയി എത്ര കിട്ടും? 46 ആണ്. 46 ഭാഗം 2 + 1 എന്ന് വരും. 46 ഭാഗം 2 എത്രയാണ്? 23. 23 + 1 24 എന്ന് കിട്ടും. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അത് 1 തൊട്ട് 10 വരെ ഇടയ്ക്ക് എത്ര വരുന്നുണ്ട്? 5 അല്ലേ? 10 തൊട്ട് 20 വരെ 5, 20 തൊട്ട് 30 വരെ 5, അങ്ങനെ 40 വരെ ആകുമ്പോൾ എത്രയായി? 40 വരെ ആയപ്പോൾ 4 × 5 20 ആയി അല്ലേ? 20 പേരായി. 20 എണ്ണം ഉണ്ട്. ഇനി 1നും 50നും ഇടയ്ക്ക് 5 ഉണ്ടോ? ഇല്ല. അല്ല, 1നും അല്ല, 41നും 50നും ഇടയ്ക്ക് 5 ഇല്ല. 4 ഉള്ളൂ. ആ 20 4 24. 95 24 നമ്പർ എന്ന് കിട്ടി. n കിട്ടി 24. ഇനി നമുക്ക് തുകയാണ് കണ്ടുപിടിക്കാനുള്ളത്. തുക അറിയാം, സം അറിയാം. n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ. n 24 ആണ്. 24 ഭാഗം 2 × ഫസ്റ്റ് എത്രയാണ്? 2. 2 പ്ലസ് ലാസ്റ്റ് എത്രയാണ്? 48. 48ഉം 2ഉം എത്രയാണ്? 48ഉം 2ഉം ഇവിടെ 50 എന്ന് കിട്ടി. 24 ഭാഗം 2 12 ആണ്. 12 × 50 എന്ന് കിട്ടും. 12 × 50 600 എന്ന് കിട്ടും. 12 × 5 60. പിന്നെ ഒരു 0 കൂടി ഇട്ടു 600 ആണല്ലോ.
അപ്പോൾ തുക എത്ര കിട്ടി? 600. 94 ബി. 95 രണ്ട് സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടിയാണ്. രണ്ട് സംഖ്യകളുണ്ട്. സംഖ്യകളിൽ ഒന്നാമത്തെ സംഖ്യ, ഇത് രണ്ടാമത്തെ സംഖ്യ. ഇതിൽ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടിയാണ്. രണ്ടാമത്തേത് എക്സ് എന്ന് എടുത്താൽ ആദ്യത്തേത് 5x ആയിരിക്കും. അപ്പോൾ അത് എഴുതി. ഇനി സംഖ്യകളുടെ തുക 96. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 96 കിട്ടും. എങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ചെറിയ സംഖ്യ. ചെറിയ സംഖ്യ ഏതാണ്? എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ചെറിയ സംഖ്യ എക്സ് അല്ലേ? 5xഉം 1xഉം കൂടെ കൂട്ടിയ 6x. 6x ഈക്വൽ ടു 96. എക്സ് ഈക്വൽ ടു 96 ഭാഗം 6 എന്ന് കിട്ടും. എത്ര കിട്ടും? 1 ബാക്കി എത്ര കിട്ടും? 6. 16 എന്ന് കിട്ടും. എക്സ് 16 എന്ന് കിട്ടി. ചെറിയ സംഖ്യ 16. 95 ഓപ്ഷൻ എ. 95 ഓപ്ഷൻ എ. 96 ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. ടീച്ചറുടെ വയസ്സും കൂടി കൂട്ടിയാൽ ക്ലാസ്സിലെ ശരാശരി വയസ്സ് 2 കൂടും. ഇത് മുന്നേയും ഉണ്ടായിരുന്നു, തേർഡ് സ്റ്റേജിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 അല്ലേ? അപ്പോൾ നമുക്കറിയാം ആവറേജ് കണ്ടുപിടിക്കുക എന്താണ്? ശരാശരി എന്ന് പറയുന്നത് ശരാശരി സമം തുക ഭാഗം എണ്ണമാണ്. തുകയെ എണ്ണം കൊണ്ട് ഭാഗിക്കണം. തുക ഭാഗം എണ്ണം. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ശരാശരി എത്രയും തന്നിട്ടുണ്ട്? 12 ആണ്. 12 സമം തുക അറിയത്തില്ല. തുക എഴുതി ഭാഗം എണ്ണം എത്രയാണ്? 20 കുട്ടികൾ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് തുക കണ്ടുപിടിച്ചുകൂടെ? 20നെയും കൂടെ ഇങ്ങ് കൊണ്ടുവരാം. അപ്പോൾ തുക എന്തെന്ന് കിട്ടി? തുക സമം 12 × 20 എത്ര കിട്ടും? 240 എന്ന് കിട്ടി. തുക കിട്ടി 240. ഈ 240ൻ്റെ കൂടെ ആരും കൂടെ ചേർന്നു? ടീച്ചറിന് എക്സ് എന്ന് കൊടുത്തു. ടീച്ചർ കൂടി കൂട്ടിയാൽ ക്ലാസ്സിലെ ശരാശരി വയസ്സ് 2 കൂടും. അപ്പോൾ ടീച്ചറും കൂടെ വന്നപ്പോഴത്തേനും 20 കുട്ടികളെന്നുള്ളത് എത്രയായി? എണ്ണം മാറി 21ആയി. നമ്മൾ ഈ ഇക്വേഷനിലാണ് കൊടുക്കുന്നത്. തുക ഭാഗം എണ്ണം സമം ശരാശരി എത്ര കൂടും? ആദ്യം ശരാശരി എത്രയായിരുന്നു? 12 ആയിരുന്നു ആദ്യത്തെ ശരാശരി. ശരാശരിയുടെ കൂടെ 2 കൂടെ കൂടി 14 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗം 21 സമത്തിനപ്പുറം പോവും. അപ്പോൾ 240 + എക്സ് സമം 14 × 21. 14 × 21 ഗുണിച്ച് നോക്കാം. 14 × 21 4 1 8 9 8 2 294 എന്ന് കിട്ടി. 294. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? +240 സമത്തിനപ്പുറം പോവും. -240 ആയി. 294 240 പോയാൽ എത്ര കിട്ടും? 54 എന്ന് കിട്ടും. 54. ഓപ്ഷൻ സി. 96 ഓപ്ഷൻ സി 54. അടുത്ത 97 ചെയ്യാം. 97 1 2 4 എന്ന ശ്രേണിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. സമാന്തര ശ്രേണിയാണോ നമുക്ക് നോക്കാം. 10ാം പദം കണ്ടുപിടിക്കണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവായ വ്യത്യാസം കാണും. ആദ്യത്തേൽ 1 കൂടുന്നു, രണ്ടാമത്തേൽ 2 കൂടുന്നു. അപ്പോൾ അത് സമാന്തര ശ്രേണി അല്ല. എന്നാൽ ഇവിടെ നോക്കിയേ, 1ൻ്റെ കൂടെ 2 ഗുണിച്ചു. അപ്പം എന്തായി? 2 കിട്ടി. ആ 2ൻ്റെ കൂടെ 2 ഗുണിച്ചു. അപ്പം 4 കിട്ടി. 4ൻ്റെ കൂടെ 2 ഗുണിക്കുമ്പോൾ അടുത്തിന് എന്ത് കിട്ടും? 8 കിട്ടും. അപ്പം അടുത്ത പദം എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. ഓക്കെ, 8 എന്ന് കിട്ടും. 8 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അതൊരു പൊതുവ്യത്യാസം വരുന്നതല്ല, പൊതുവ്യത്യാസമല്ല, പൊതുഗുണിതമാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ പദം 1ഉം അവിടുത്തെ പൊതുഗുണിതം എത്രയാണ്? 2 ആണെന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ AR⁻n−1 ആണ് ഇക്വേഷൻ. AR⁻n−1. A എത്രയാണ്? 1 × 6 2 2n−1. n എന്ന് പറഞ്ഞാൽ 10ാം പദം. n എത്രയാണ്? 10. 10 - 1 9. 2/9 1 × 2/9. ഓപ്ഷനിൽ എങ്ങനെയാണ് നടക്കുന്നത്? 2/9 എന്നല്ല. അപ്പം നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. 2/10 എത്രയാണ്? 2/10 1024 ആണ്. അപ്പോൾ 2/9 എത്രയായിരിക്കും? 1024നെ 2 കൊണ്ട് ഭാഗിച്ചാൽ മതി. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് 2/10 ആവും. 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 2/9 ആവും. 1024 2 കൊണ്ട് ഭാഗിച്ചാൽ 512 എന്ന് കിട്ടും. 512 ഓപ്ഷൻ ബി. 97 ഓപ്ഷൻ ബി. 98 താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറുത് ഏത്? ഏറ്റവും ചെറുത് നമ്മൾ അതിനെ ഡെസിമലിലോട്ടാക്കും, അല്ലെങ്കിൽ അതിനെ ദശാംശ രൂപത്തിലോട്ടാക്കും. ഓരോന്നും ദശാംശ രൂപത്തിലാക്കാം. 2/5നെ ദശാംശത്തിലോട്ടാക്കുമ്പോൾ എന്ത് കിട്ടും? 2നെ 5 കൊണ്ട് ഭാഗിക്കാം. 4.4 എന്ന് കിട്ടി. അപ്പോൾ ഒന്നാമത്തത് 0.4. രണ്ടാമത്തത് 7/10. നമുക്കറിയാം 0.7 ആയിരിക്കും എന്നറിയാം. കാര്യം
ഛേദം 10 ആയതുകൊണ്ട് 0.7 ആയിരിക്കും. പിന്നെ തന്നിരിക്കുന്നത് 3/4. 3/4 എന്ന് പറഞ്ഞാൽ അത് മുക്കാലാണ്. അത് നമുക്കറിയാം 0.75 ആണെന്നറിയാം. അടുത്തത് 2/1. അതെന്താണ്? 2 ആണെന്നറിയാം. അത് 2 എന്ന് എഴുതി. ഇതിലേതാണ് ഏറ്റവും ചെറുത്? ഇതിലേതായിരിക്കും ഏറ്റവും ചെറുത്? 0.4 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2/5. 2/5. 98 ഓപ്ഷൻ ബി 2/5. 99 ഒരു വരിയിൽ കിരൺ മുന്നിൽ നിന്ന് 8ാമത്, മുന്നിൽ നിന്ന് 8, പിന്നിൽ നിന്ന് 25ാമത്. അപ്പോൾ 2 പ്രാവശ്യം അവിടെ കിരണ കൗണ്ട് ചെയ്യുന്നുണ്ട്. പിന്നിൽ നിന്ന് 25ാമത് അല്ലേ? വരിയിലാകെ എത്ര പേരുണ്ട്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരാളെ കുറച്ച് കൂട്ടുന്നു. 25ൻ്റെ കൂടെ 28 കൂടാതെ 27 കൂട്ടുന്നു. എത്ര കിട്ടും? 32 എന്ന് കിട്ടും. രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒന്ന് കുറച്ച് കൂട്ടിയാൽ മതി. 32 എന്ന് കിട്ടും. 99 ഓപ്ഷൻ ബി. 99 ഓപ്ഷൻ ബി. 100 പ്ലസ് എന്നാൽ ഡിവിഷൻ, മൈനസ് എന്നാൽ ഇൻറ്റു എന്നാൽ പ്ലസ് ആയാൽ തന്നിരിക്കുന്നത് ചെയ്യണം. നമുക്ക് എഴുതി നോക്കാം. 100 പ്ലസ് എന്നാൽ മതി. പ്ലസ് ആണെങ്കിൽ ഭാഗം 10, മൈനസ് എന്നാൽ ഇൻറ്റു 20, ഇൻറ്റു എന്നാൽ പ്ലസ് 5. ഇനി 100/10 എത്ര കിട്ടും? 100/10 10 ആണ്. 10 × 20 + 5 എന്ന് വരും. 10 × 20 200 ആവും. ഇത് ഫുൾ എന്തായി? 200 ആയി. 200 + 5 എത്രയാണ്? 205. ഓപ്ഷൻ ഡി. 100 ഓപ്ഷൻ ഡി 205. എല്ലാം തേർഡ് സ്റ്റേജുമായിട്ട് ചെറിയ റിലേഷനൊക്കെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും വ്യത്യാസമുണ്ട്. ചെയ്ത് നോക്കണം. ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു.